ലൂക്കോസ് 2:36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കാം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് ജീവിതത്തിൽ കുടുംബ ജീവിതം ഭർത്താവുമായി 7 വർഷം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? കുടുംബ ജീവിതം കഴിച്ചിട്ടുള്ളൂ. അടുത്തത് 84 സംവത്സരം വിധവയും. ഇനി ശ്രദ്ധിച്ചോണം, ബാക്കിയുള്ള ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ 84 വർഷം എങ്ങനെയാ ജീവിച്ചത്? വിധവ. 7 വർഷം ഭർത്താവും ഒത്തൊരു കുടുംബ ജീവിതം. അതിനുശേഷം അതിനർത്ഥം നേരത്തെ മരിച്ചുപോയി. പിന്നെ 84 വർഷത്തോളം എങ്ങനെ താമസിച്ചു? വിധവയെ. അപ്പൊ ഒരു ആ വ്യക്തിയുടെ മാനസികാവസ്ഥയും ജീവിതത്തിന്റെ അവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി അടുത്തത് വളരെ വയസ്സ് ചെന്നവളുമായി. ഇപ്പോൾ ഏതവസ്ഥയിലാണ്? വളരെ വയസ്സ് ചെന്നവളായി. ദേവാലയം വിട്ടുപിരിയാതെ. പക്ഷെ ഒരു ഗുണമുണ്ട്. 7 വർഷം ഒരു നല്ല അനുഭവം, പിന്നെ 84 വർഷം വിധവയ അനുഭവം. ഇപ്പോൾ എന്തായിരിക്കുന്നു? വാർദ്ധക്യത്തിൽ നല്ല വയസ്സ് ചെന്നവളായി ഈ സഹോദരി ഹന്ന എന്ന് പറയുന്ന മകളായിരിക്കുന്നു. ഒരു പ്രത്യേകത, അവൾ 2:37 ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. രാവും പകലും ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അത് വിഷയമല്ല. പലതും ജീവിതത്തിൽ സംഭവിക്കാം. വെയിലാവും, മഴ വരും, മഞ്ഞ് വരും, വീണ്ടും മഴയാവും, വെയിലാവും, കൊടുങ്കാറ്റാവും. സാഹചര്യങ്ങൾ ജീവിതത്തിലെല്ലാം മാറി മറിയാം. പക്ഷേ ഈ സഹോദരി ചെയ്ത എല്ലാവരും ശ്രദ്ധിച്ചോ, ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തെ പിറുപിറുത്തില്ല, ആരാധിച്ചു. എങ്കിലൊരു ദൂതുണ്ട്. അടുത്തത് 2:38. ആ നാഴികയിൽ അവളും അടുത്തു നിന്നു ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പ് കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ആള് പിന്നങ്ങ് മാറി. പിന്നെ ദൈവത്തെ സ്തുതിക്കാൻ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആരാധനയോടെയും ദൈവസന്നിധി ചേർന്നിരിക്കുന്നവന് സ്തുതിക്കാൻ ഒരു വക ഉണ്ടാവും. സ്തുതിക്കാൻ എന്തുണ്ടാവും? ഒരു വകയുണ്ടാവും. ഇന്ന് നീ കണ്ണീരായിരിക്കാം, ഇന്ന് ഒറ്റപ്പെടലായിരിക്കാം, ഇന്ന് ഒത്തിരി അനിശ്ചിതത്വം കാണാം. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങൾ മാത്രമായിരിക്കാം, നഷ്ടങ്ങൾ മാത്രമായിരിക്കാം, വേദനപ്പെടുത്തുന്ന മുറിവുകളായിരിക്കാം ഉള്ളിൽ മാത്രം കിടക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞത് വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും നീ തുടരുന്നെങ്കിൽ, ദൈവസന്നിധിയോട് ദേവാലയത്തോട് ആത്മസാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ നിന്റെ വാഗോണി സ്തുതിക്കാൻ തക്കവണ്ണം ദൈവം ചില വഴികളെ ഒരുക്കും. 2-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം വാഗ്ദത്തം പ്രകാരം ലോകത്തിന്റെ രക്ഷകനായ മശിഹ ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെയൊക്കെ പ്രത്യാശയത യേശു വന്നു. യേശുവിന്റെ ജനനം ലോകത്തിന് ആഘോഷമായി ആഘോഷിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ യേശുവിന്റെ ജനനം 2-3 കാര്യങ്ങളെ ഓർപ്പിക്കും. ഒന്ന്, നിന്റെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്, അവന്റെ ആത്മാവിന് കഴിയുമെന്ന് യേശുക്രിസ്തുവിന്റെ ജനനം വിളിച്ചു പറയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം എന്ത് വിളിച്ചു പറയുന്നു? അസാധ്യങ്ങളെ സാധ്യമാക്കും. നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ ദൈവം പ്രവർത്തിക്കും. കാരണം എന്താ? സമയമായപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ മറിയ എന്ന് പറഞ്ഞൊരു മകളുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിനക്ക് കൃപ ലഭിച്ചു. ഓക്കെ, സന്തോഷം, കൃപ ലഭിച്ചല്ലോ. പക്ഷെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത അടുത്തൊരു ദൂത് പറഞ്ഞു, നിന്നിലൊരു കുഞ്ഞുൽപാദമാകാൻ പോവുകയാണ്, ലോകരക്ഷകൻ, അവന് യേശു എന്ന് പേരിടണം. മറിയ തിരിച്ചു ചോദിക്കുന്നു, കേൾക്കാൻ രസമാണ്, പക്ഷെ ഇതിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയം മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് മറ്റൊരാളോട് പറഞ്ഞാൽ എന്ത് ലജ്ജയാണ്, ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? പക്ഷെ ദൂതൻ ഒരു ദൂത് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലയിടുമ്പോ നാച്ചുറലി ഒരു വിവാഹം കഴിക്കണം. പക്ഷേ
അല്ലാതെ ഉയരത്തിന്ന് ഒരു വിശുദ്ധ പ്രജ നിന്റെ അകത്ത് ഉളവാക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതിന്റെ അർത്ഥം യേശുവിന്റെ ജനനം വിളിച്ചു പറയുന്നു. നാച്ചുറലി സ്വാഭാവികമായി നോക്കിയാൽ ഒന്നും നിന്റെ ലൈഫിൽ നടക്കത്തില്ല. പക്ഷെ കർത്താവിന്റെ ജനനം വിളിച്ചു പറയുന്നു, അവന്റെ ആത്മാവ് വ്യാപരിച്ചാൽ അസാധാരണമായി നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ എന്റെ ദൈവത്തിന് സാധിക്കും. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു ചലഞ്ചിങ് മെസ്സേജ് ആയിട്ട് ഒരാവേശത്തോടെ ഞാൻ വിളിച്ചു പറയാ. ചിലത് നടക്കത്തില്ലെന്ന് നിങ്ങൾ തോന്നുന്നു, എന്നാൽ ഈ ഡിസംബർ മാസത്തിൽ ഒന്നും കൂടെ ചിന്തിച്ചോ, യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് അസാധ്യമായത് സാധ്യമാക്കി കാണിക്കും. ആരോടൊക്കെയോ ദൈവാത്മാവ് വിളിച്ചു പറയാ, നീ യേശുവിന്റെ ജനനം സത്യമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നീ വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ഒന്നുമില്ലേലും അത്ഭുതം ചെയ്യാൻ ആത്മാവ് പരിവർത്തിച്ചാൽ സംഭവിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകല് അകത്തൊരു വിശ്വാസം കയറട്ടെ. യേശുവിന്റെ ജനനം എന്തോ കാണിക്കുന്നതെന്നറിയാമോ? ആത്മാവ് പരിവർത്തിച്ച അസാധ്യങ്ങൾ സാധ്യമാകും. സാധാരണമല്ലാത്തത് പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കും. യേശുവിന്റെ ജനനം രണ്ടാമത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു സത്യം. അവന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ഒരുത്തൻ പോലും ലജ്ജിക്കത്തില്ല. എന്താണ്? ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ഒരുത്തൻ പോലും ഈ ഡിസംബർ മാസത്തിൽ, ഈ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വചനം ക്രിസ്തുവിന്റെ ജനനം. അത് ലോകത്തിന് ആഘോഷമായി നിൽക്കുമ്പോ ദൈവജനത്തോടൊരു ദൂത് പറയാം. അത് കേൾക്കുമ്പോഴേ ചിന്തിച്ചോണം, ഞാൻ ലജ്ജിക്കത്തില്ല, ഞാൻ ലജ്ജിക്കത്തില്ല. യേശുവിന്റെ ജനനം ഓർക്കുമ്പോൾ എന്തോ ചിന്തിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ദൂത് പറഞ്ഞിട്ട് പോയി. മറിയയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ഉരുവായി. ഈ വാർത്ത ആരറിഞ്ഞെന്നറിയാമോ? വിവാഹ നിശ്ചയത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച ജോസഫ് പറഞ്ഞു. ലോകോപവാദം ഉണ്ടാവും, ഭയങ്കര നാണക്കേടാ. അതുകൊണ്ട് ജോസഫ് ഒരു കാര്യം തീരുമാനിച്ചു, ആര് പറയണ്ട, സീക്രട്ടായിട്ട്, ഇംഗ്ലീഷ് സീക്രട്ട് എന്നാ, ഗൂഢമായി ഒരു തീരുമാനമെടുത്തു. മറിയെ ഉപേക്ഷിച്ചേക്കാം, മറിയെ ഉപേക്ഷിച്ചേക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സമയത്ത് ഈ ജോസഫും കൂടെ മറിയെ ഉപേക്ഷിച്ചാൽ ദേശക്കാരുടെ നടുവിൽ പാലസ്തീൻ നാട്ടിൽ ആര് ലജ്ജിക്കപ്പെടും? മറിയ തല താഴ്ത്തും. ദൂതന്റെ മുമ്പിൽ ഒന്നും പറയാതെ, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി ലജ്ജിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച് ദൈവശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒറ്റ കുഞ്ഞും ലജ്ജിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ തലയെ തൊട്ടും ഞാൻ പ്രവചിക്കുക, മോളെ, ഇത് പറഞ്ഞപ്പോ നിന്റെ തലയിലോട്ട് ആ ദൂത് വന്ന് വീഴുന്നാട്ട് എനിക്ക് പ്രാപിച്ച പോലെ. നിന്നോട് ആവർത്തിച്ച് ദൈവമോ പറയുന്നു, ലജ്ജിക്കത്തില്ല. ഒരു ശക്തമായ ആത്മചലനം ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ലജ്ജിക്കത്തില്ല. മാതാവേ, പിതാവേ, യൗവനക്കാരാ, ലജ്ജിക്കത്തില്ല. സഹോദര സഹോദരി, ലജ്ജിക്കത്തില്ല. ജോസഫ് തീരുമാനിച്ച നാളെ രാവിലെ മറിയ, ഇനിയല്ലേ ശ്രദ്ധിച്ചോളാം, നാളെ രാവിലെ മറിയെ ഉപേക്ഷിക്കാം. രാത്രി ജോസഫ് കിടന്നുറങ്ങാൻ നേരത്തെ ദൂതന്റെ ശബ്ദം, സ്വപ്നം, ജോസഫേ, മറിയെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കരുത്. അവളിൽ ഉൽപാദമായത് മനുഷ്യനാലല്ല, പരിശുദ്ധാത്മാവിൽ ഉൽപാദമായത്. ഇത് കേട്ട് രാത്രിയിൽ ഒരു മനുഷ്യൻ പോലും അറിയാതെ, രഹസ്യത്തിൽ മൂന്നാമതൊരാൾ അറിയാതെ ജോസഫിന്റെ ഉള്ളിൽ ചിന്തിച്ച ചിന്തയെ അറിഞ്ഞ ദൈവം
അതേ രാത്രി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവള് എന്റെ വാക്ക് കേട്ട് ഇറങ്ങി വന്നതാ, അതിന് സ്റ്റെപ്പ് വെച്ചതാ. അവള് ലജ്ജിക്കാൻ അനുവദിക്കരുത്, നീ അവളെ ചേർത്തു കൊള്ളണം. ഇന്ന് പകലൊരു ദൂത് പറയാം, നീയും നിന്റെ കുടുംബവും ലജ്ജിക്കാതിരിപ്പാൻ ഇടപെടേണ്ട ഹൃദയങ്ങളോട് ഇടപെടാൻ ദൈവത്തിന് പറ്റും. നിനക്ക് വേണ്ടി ചിലരോട് ദൈവം ഇടപെടും. പിറ്റേ ദിവസം ജോസഫ് എഴുന്നേറ്റ് മറിയെ ചേർത്തുകൊണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ജനനം ഓർപ്പിക്കുന്ന രണ്ടാമത്തെ സത്യം, നീ കർത്താവിന്റെ വാക്ക് കേട്ട് ഏറ്റെടുക്കുന്ന ഒരുത്തം പോലും ലജ്ജിക്കത്തില്ല. ലജ്ജിക്കുമെന്ന് തോന്നിയ അവസാന സെക്കൻഡിലും നിനക്ക് വേണ്ടി ഇറങ്ങി ദൈവം പ്രവർത്തിക്കും. ആരോടെങ്കിലൊക്കെ ദൈവം സംസാരിക്കും. വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ആരോടൊക്കെ ദൈവം സംസാരിച്ചായാലും ദൈവം നിന്നെ ലജ്ജിപ്പിക്കാതെ നിന്റെ കുടുംബത്തെ നിർത്തും. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുന്നത്, ഈ ഹന്ന എന്ന് പറയുന്ന സഹോദരി പ്രവാചകൻ ആലയം വിട്ടുപിരിയാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും പൊയ്ക്കും. ആലയം വിട്ടുപിരിയാതിരിക്കുമ്പോഴാണ് യേശു ജനിച്ചു വളർന്ന്. അന്നത്തെ നിയമമനുസരിച്ച് യാഗം കഴിക്കാൻ മാതാപിതാക്കൾ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരിക. ദേവാലയത്തിൽ വന്നപ്പോഴാണ് യേശുവിനെ കണ്ടു ഈ പ്രവാചകൻ. എന്നിട്ട് അവളെ കണ്ട് എടുത്തു കാണും, ഏതോ രീതി എന്തൊക്കെയോ എക്സ്പ്രഷൻ കാണിച്ചു കാണും. കണ്ട് ദൈവത്തെ എന്ത് ചെയ്തു? സ്തുതിച്ചു. ഇത്രയും നാള് ഞാൻ കണ്ണീരോടിരുന്നതും ജീവിതത്തിൽ നീണ്ട 84 വർഷം വേദനയിൽ കൂടെ കടന്നുപോയതിന് ആനന്ദിപ്പാൻ എനിക്കൊരവസരം വന്നിരിക്കുന്നു. എന്റെ രക്ഷകനെ ഞാൻ കണ്ടല്ലോ. ഇന്ന് പകൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ദൈവകുഞ്ഞിനോട് ദൂത് പറയുന്നു, നിന്റെ കണ്ണടയും മുമ്പേ നിന്റെ കൺമുമ്പിൽ വാഗ്ദത്തം കൊണ്ട് ദൈവം എത്തിക്കും. അല്ലെ നിന്റെ കയ്യാൽ ആ വാഗ്ദത്തം അനുഭവിക്കത്തക്കവണ്ണം ദൈവം കൊണ്ട് എത്തിച്ചിരിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്നവന് സന്തോഷിപ്പാൻ ഒരു വകയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വകയുണ്ട്. കാരണം അവൻ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ സമ്പന്നനാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധിയുടെയും ആൻസർ യേശുക്രിസ്തുവാണ്. നമ്മുടെ ഉത്തരം എന്താണ്? യേശുക്രിസ്തു. അതുകൊണ്ട് ആ സന്നദ്ധിയോട് ചേർന്നിരിക്കുക, സ്തുതിപ്പാൻ ഒരു വക ദൈവം ഒരുക്കും. ഞാൻ ഇതിന് അവസാനം പ്രാർത്ഥിക്കാൻ പോകുന്നവരെ, ഈ ദിവസങ്ങളിൽ ചിലതിന് സ്തുതിപ്പാൻ ഒരു വക ദൈവം ഒരുക്കാൻ പോവാ. അതിനുവേണ്ടി ദൈവം ചെയ്യും. പക്ഷെ നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഈ പറ്റിയിരിക്കുക. അതാണ് 2 വാക്യങ്ങൾ ഒന്ന് സങ്കീർത്തനം എടുത്തേ, വളരെ പ്രസിദ്ധമായ 2 വാക്യങ്ങൾ. ആദ്യം സങ്കീർത്തനം 55:22, അതിനുശേഷം 91 വേണം. ആദ്യം സങ്കീർത്തനം Psalms 55:22, സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ, നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അവൻ ഒരു നാളും. നിന്റെ ഭാരം എങ്ങോട്ട് വെക്കുക? കർത്താവിലേക്ക് കൊടുക്കുക. അവൻ നിന്നെ എന്ത് ചെയ്യും? അവിടുന്ന് നിന്നെ പുലർത്തും. കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതി. അപ്പൊ ദൈവസന്നിധിയിൽ ഇരിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ വിഷയത്തെ, ഭാരത്തെ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊടുക്കുക. പുറകെ പറയാം, ഭാരത്തെ അങ്ങോട്ട് കൊടുക്കുക. വേറൊരു കാര്യങ്ങളുണ്ട്. കൊടുത്തിട്ട് എന്തോ പറഞ്ഞ്? അവൻ നിന്നെ പുലർത്തും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരർത്ഥം പറയാം, അവൻ പുലർത്തും. അതുകൊണ്ട് ഈ കൊടുത്തത് പിന്നെ തിരിച്ചെടുക്കരുത്. കൊടുത്തത് പിന്നെ ഒന്ന് അടുത്തിരി, കർത്താവിന്റെ കൈ കൊടുത്തത് പിന്നെ തിരിച്ചെടുക്കരുതെന്ന് പറഞ്ഞു. ഭാരം കൊടുത്തിട്ട് തിരിച്ചെടുക്കരുത്. ഇന്ന് ഈ മെസ്സേജ് ഒക്കെ കേട്ട് ഒരു സജീവമായിട്ട് ഇവിടുന്ന് കൊടുത്തിട്ട് പോകും. ഇന്ന് രാത്രി 12 കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോൾ തിരിച്ചെടുക്കരുത്. വീട്ടിൽ ഇരുന്നിട്ട് അയ്യോ, നമ്മുടെയൊക്കെ പ്രശ്നം അവിടെ. നിന്റെ ഭാരം യഹോവമേൽ അവൻ പുലർത്തും. പിന്നെ തന്നെ തിരിച്ചെടുക്കുന്നേ നിന്റെ ഭാരം. അപ്പൊ ഭാരം വരത്തില്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാം എന്ത് ചെയ്യും?
ഭാരം വരും. എല്ലാവർക്കും ഭാരമുണ്ട്, ഇല്ലയോ? എല്ലാവർക്കും ഉണ്ട്. നിങ്ങളിപ്പോ ഒരു വ്യക്തി വന്നിട്ട് പാസ്റ്ററായ എന്നോട് ഒരു പ്രാർത്ഥന വിഷയം അല്ലെങ്കിൽ 2 പ്രാർത്ഥന വിഷയമായിരിക്കും വരുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ 100 പ്രാർത്ഥന വിഷയം നിങ്ങൾക്കും കേൾക്കാം, ഇല്ലയോ? ഉണ്ട്. പക്ഷെ നമ്മുടെ നിർത്തുന്ന ഒരു വെളിപ്പാടുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളെ വെളിപ്പാടുണ്ട്. അവൻ പുലർത്തുന്ന ദൈവമാണ്, അവൻ നടത്തുന്ന ദൈവമാണ്, അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം തീരുമാനിക്കണം, ഇന്ന് ഒരു ആണ്ട് തീരാൻ പോകും, ഇനിയും തൊട്ട് കൊടുക്കുന്നതൊന്നും തിരിച്ചെടുക്കരുത്. കൊടുക്കുന്നതൊന്നും അവൻ എന്തോ പറഞ്ഞേക്കുന്നത് അവൻ എന്ത് ചെയ്യാം. ഈ ഭൂമിയിലെ ചില നേതാക്കന്മാരെ നമ്മൾ കാണാൻ പോകുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറയും. കാര്യം ബുദ്ധിമുട്ടാകുമ്പോൾ അവൻ പറയും, അയ്യോ ഈ ഫോം അങ്ങ് വാങ്ങിച്ചോണ്ട് പോയിക്കോ, നടക്കൂന്ന് തോന്നുന്നില്ല. ഇത് അത്യുന്നതനാ, സർവശക്തനാ, സർവവ്യാപിയാ, ഏത് ലോക നേതാക്കന്മാരിലും വലിയ നേതാവാ. ഹല്ലേലൂയ. അവന്റെ കൈ കൊടുത്ത അവൻ പുലർത്താന്ന് പറഞ്ഞാൽ പുലർത്തിയിരിക്കും. അതാ പറയുന്നത്, നിന്റെ ഭാരം യഹോവയിൽ വെച്ചോളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവരുന്ന് ഒരാളും സമ്മതിക്കത്തില്ല. അടുത്തത് 91:14-15 സങ്കീർത്തനം 91:14-15. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഇവിടെ എന്താ പറഞ്ഞേ? 51 നമ്മൾ വായിച്ച 55-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ ഭാരം യഹോവയിൽ വെച്ചു കൊടുക്കുക. ഇവിടെ പറയുന്നു, നീ അവനോട് എന്ത് ചെയ്യാ? പറ്റിയിരിക്കുക. ഹന്ന എന്ന് പറയുന്ന പ്രവാചകി നീണ്ട വർഷം ആലയം വിട്ടുപിരിയാതെ എവിടെ ഇരുന്നു? പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ആരാധന കഴിച്ച് പറ്റിയിരുന്നു. അവക്ക് സ്തുതിപ്പാൻ ദൈവം എന്ത് ചെയ്തു? വകുപ്പൊരുപ്പിച്ചു. ഇവിടെ പറയാം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഇനി ശ്രദ്ധിച്ച്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയും ദൈവത്തോട് പറ്റിയിരിക്കുക, ദൈവത്തെങ്കിലേക്ക് കൊടുക്കുക. ഉറക്കെ പറ, ദൈവത്തോട് പറ്റിയിരിക്കുക, വിഷയത്തെ ദൈവരങ്ങളിലേക്ക് കൊടുക്കുക, ഭാരം വരുന്ന വിഷയത്തെ ഏൽപ്പിക്കുക. നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുക, മാറി പോകരുത്. അതെന്നെ നേരത്തെ വിഷയം കൊടുത്തിട്ട് ഭാരം കൊടുത്തിട്ട് തിരിച്ചെടുക്കരുത്, കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കരുത്. കൊടുത്തിട്ട് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് അങ്ങ് കയറിക്കണം. കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്? ഇത് ഭയങ്കര വിടുതൽ. ഇത് കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനം വ്യാപരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ വിഷയങ്ങൾക്ക് വിടുതൽ കാണുന്നത് നിങ്ങൾ കാണാൻ ഇടയാക്കും. ആമേൻ, ആമേൻ. നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിരിക്കും. ആമേൻ. ഒരു കാര്യം ശ്രദ്ധിച്ച, വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ കൊടുത്താൽ സ്തുതിക്കത്തക്ക അത്ഭുതം ദൈവം കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്തേ. 2 കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ഒന്നിച്ച് ചില സമയം എടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 1 മുതലുള്ള താരോട്ടുള്ള 12 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവുക. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇനി ആ വചനം എടുക്കാൻ പറ്റുന്നവരെല്ലാവരും എടുക്കണം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 1 മുതൽ വാക്യം നിർത്തി വായിക്കും. ചില കാര്യങ്ങൾ അതിന് ദൂത് പറഞ്ഞ് ദൈവം ഇന്ന് തന്നൊരു ദൂതിലേക്ക് കൈമാറി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. എല്ലാവരും ശ്രദ്ധിച്ചു. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. യേശു കർത്താവ് കഫർന്നഹൂമിൽ എന്ന വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കരമായ ശ്രുതി പരന്ന് ജനമെല്ലാം എങ്ങോട്ട് വന്നു? വാതിക്കൽ പോലും ഇടമില്ലാതെ ജനം എന്ത് ചെയ്തു? വന്ന് കൂടി. നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ തുടങ്ങുന്നത് കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി അങ്ങോട്ട് അടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി? നീണ്ട 12 വർഷം രക്തസ്രാവം പിടിച്ച സഹോദരി വൈദ്യന്മാരെ കുറിച്ച് കേട്ടു, പോയി ചികിത്സിച്ചു, ഒന്നും കിട്ടിയില്ല. എപ്പോഴാണോ കർത്താവിനെ കുറിച്ച് കേട്ടപ്പോ അങ്ങോട്ട് അടുക്കാൻ തീരുമാനിച്ചത്, ഞാൻ പോയി തൊടും, കാണാൻ പറ്റില്ല തൊടും എന്ന് പറഞ്ഞപ്പോ തൊട്ടാണ് അവിടെ ജീവിതത്തിൽ
ഇതേപോലെ ദൈവ സാന്നിധ്യത്തോട് അത് മനസ്സിലായി കഴിഞ്ഞാൽ, കർത്താവ് ഉണ്ട് വന്നു കവർന്നൗമിലെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജനക്കൂട്ടം എന്ത് ചെയ്തു? അങ്ങോട്ട് വന്നു. അപ്പൊ ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയാൽ അങ്ങോട്ടങ്ങ് പറ്റിയിരുന്നോണം. ഇനി ശ്രദ്ധിച്ചോ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. യേശു കർത്താവ് അവരോട് എന്ത് ചെയ്തു? അപ്പൊ ദൈവസന്നിധിയിലേക്ക് വരുമ്പോ ദൈവത്തിന് പറയാനുള്ളത് ദൈവം പറയും. ദൈവത്തിന് പറയാനുള്ളത് അതാ നമ്മളോട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചു. അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന്, ഇങ്ങനെ വീട്ടിൽ ഇടമില്ലാതെ ജനക്കൂട്ടം നിൽക്കുമ്പോൾ 4 പേര് ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. എഴുന്നേക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് ആറടുക്കൽ വന്നു. കബർനൗമിൽ യേശു ഉണ്ടായിരുന്ന വീട്ടിലേക്ക് ചെന്നു. ഇനി ശ്രദ്ധിക്കാം. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. വലിയ പുരുഷാരം ഉണ്ടായതുകൊണ്ട് ഈ ചുമന്നുകൊണ്ട് വന്നവർക്ക് എങ്ങോട്ട് വരാൻ പറ്റിയില്ല? യേശുവിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? എത്താൻ പറ്റില്ല. അവരെന്തോ ചെയ്തു? ആ സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. നമ്മൾ ഇന്നത്തെ പോലല്ല. അന്നത്തെ മേൽക്കൂര പെട്ടെന്ന് പൊളിക്കാം. ഈ വൈക്കോലും നമ്മുടെ പുല്ലുണ്ടല്ലോ, പുല്ലും ഈ ചെളിയൊക്കെ ചേർന്ന് വെച്ച് നമ്മുടെ ഓട് കണക്കിന് സംഭവം ഇങ്ങനെ പാകി ടൈല് പാകുന്ന പോലെ മണ്ടേ പാകി. അപ്പൊ പെട്ടെന്ന് ഇളുക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് എടുത്തെടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? താരോട്ട് ഇറക്കാൻ പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിച്ചോളാം. ചില സമയത്ത് ദൈവത്തെങ്കിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും നമ്മൾ അടുത്തു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? ചില തടസ്സം ഉണ്ടാവും. ഇവര് വളരെ പ്രതീക്ഷയോടെ ചുമന്നുകൊണ്ട് വന്നതാ. ഡയറക്റ്റ് യേശുവിന്റെ അടുത്തേക്ക് കയറാൻ പറ്റില്ല. വേണമെങ്കിൽ പിന്തിരിഞ്ഞു പോകാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം മനസ്സിലാക്കി സ്റ്റെപ്പ് വെക്കുമ്പോൾ ചില തടസ്സം പിശാച് കൊണ്ടുവരും. ചില തടസ്സം എന്ത് ചെയ്യും? ഒത്തിരി ദൈവമക്കൾക്ക് വിടുതൽ കിട്ടാത്ത എന്താണെന്നറിയാമോ? ഇത് കണ്ടിട്ട് അവര് നിരാശപ്പെട്ട് തിരിച്ചു. ഇത് ഇവര് തിരിച്ചറിയുന്നില്ല. ഇതൊന്ന് കഴിഞ്ഞാൽ നിന്റെ അത്ഭുതം നിന്റെ മുമ്പിലാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂടുതലും നിരാശ വരുമ്പോ മനസ്സിലാക്കണം, അടുത്ത വിടുതൽ ഏറ്റവും അടുത്തിരിക്കുന്നു. മടുപ്പ്, ഇതുവരെ ഇല്ലാത്ത മടുപ്പ് കേറുമ്പോ മനസ്സിലാക്കിക്കോണം, ഭയങ്കരമായ വിടുതൽ തൊട്ടടുത്തെത്തി. പക്ഷെ പിശാച് എന്ത് ചെയ്യുന്ന, ഇത് മുതലെടുത്തിട്ട് നമ്മളെ അതിൽ നിന്ന് അങ്ങ് മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും വല്ലാത്ത പല വിധത്തിലെ ഞെരുക്കം അനുഭവിക്കും. മനസ്സിലാക്കിക്കോണം, ഏറ്റവും വലുത് കെട്ട് പൊട്ടി ഒരു വിശാലതയിലേക്ക് നീ പ്രവേശിക്കാൻ പോവാ. അതിന് തൊട്ട് മുമ്പേ ഉള്ള പരിപാടിയാ. പക്ഷെ ഇത് മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ നിരാശ കയറി പിന്മാറിപ്പോവും. ഈ പിശാച് അതേ ആഗ്രഹിക്കുന്നുള്ളൂ. ബൈബിളിലൂടെ നോക്കി, യേശുവിന്റെ കൊതിയോടെ യേശുവിന്റെ അടുത്ത് വന്നവർക്കെല്ലാം ചില തടസ്സം വന്നിട്ടുണ്ട്. വൃത്തിമായി കുരുടനാ. അവൻ കണ്ടപ്പോ യേശു വരുന്നത് കണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന യേശു വരുന്നത് കണ്ട് അവന്റെ നിഷ്കളങ്കം കൂടെ യേശുവേ ദാവീദ് പുത്രാ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി. കൂടെ നടന്നവര്, മുമ്പേ നടന്നവര് എന്തോ പറഞ്ഞത്? അവൻ ചിന്തിക്കും, ഇനി എന്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ. പക്ഷെ അവൻ വീണ്ടും എന്ത് ചെയ്തു? അവൻ അത്ഭുതം കണ്ടുകൊണ്ട് പോയി. അവൻ കിടന്നിടത്ത് നിന്ന് പാക്ക് ചെയ്ത് അവൻ അടുത്ത യാത്ര വെളിപ്പെട്ടു. ഇനി അടുത്തത്, ഈ സക്കായി എന്നൊരു മനുഷ്യനുണ്ട്, ധനികനാ. പുള്ളിക്ക് സമ്പത്ത് കിട്ടാനോ വിടുതൽ കിട്ടാനോ ഒന്നും അല്ല യേശുവിന്റെ അടുത്തേക്ക് പോയത്. സമ്പത്ത് കിട്ടാനോ വിടുതൽ കിട്ടാനോ വിഷയങ്ങൾക്ക് മാറ്റം. ചിലർ അങ്ങനെ ഉണ്ട്. ചിലരെ വിളിക്കുമ്പോൾ എനിക്ക് ബ്രദറെ പാസ്റ്ററെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പോഴത്തെ കുഴപ്പത്തിനും അല്ല പറഞ്ഞത്. ഇപ്പൊ ബ്രദറിന് ഇപ്പൊ ജീവനോടിരിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പവും ഇല്ല. ജീവൻ പോയി കഴിഞ്ഞൊരു വലിയ കുഴപ്പമുണ്ട്. അതിന്റെ വിടുതലിന് വേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് രണ്ടിന്റെയും വിഷയമുണ്ട്. ഇവിടുത്തെ കുഴപ്പം വേണം, മറ്റേതുമുണ്ട്. ചിലർക്ക് ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല, ഒരു വിഷയമില്ല. മക്കളുടെ വിഷയം, പ്രാർത്ഥനാ വിഷയമില്ല, ജോലിയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, സാമ്പത്തികമില്ല, വലിയ രോഗങ്ങളൊന്നുമില്ല. അഥവാ ചെറിയ രോഗം വന്നാൽ ഇച്ചിരി ചികിത്സിക്കാനുള്ള കാശുണ്ട്. അവർ ചിന്തിക്കും, ഞാൻ ഇനി എന്തിനാ യേശുവിനെ അറിയുന്നത്? ഇപ്പം നിന്റെ ആയുസ് ഈ ശരീരത്തിലുള്ളപ്പോൾ നിനക്കിപ്പോൾ കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ അതിലും വലിയൊരു കുഴപ്പക്കേട് വരുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ യേശുക്രിസ്തു അല്ലാതെ വേറൊരു മാർഗമില്ല. അതാ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ജയജീവിതം, നിത്യജീവിതം രണ്ടുമുണ്ട്. ആമേൻ. അപ്പൊ ചിലർ അങ്ങനെ ചിന്തിക്കണം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെന്തിനാ ഞാൻ ദൈവത്തെ വിളിക്കുന്നേ? ഇപ്പൊ നിനക്ക് പ്രശ്നമില്ല, ഇതിങ്ങനെ ഇരിക്കുന്നോണ്ടാ. ഇവിടുന്ന് ഈ സാധനം പോകും.
അപ്പൊ അറിയാം പ്രശ്നമുണ്ടോ ഇല്ലയോ. വലിയ പ്രശ്നം. അതാണ് യേശു ധനവാന്റെയും ലാസറിന്റെയും സംഭവത്തിൽ ആ യാതന നമ്മളോട് പറഞ്ഞത്. യേശു പറഞ്ഞത് വല്ലതും വൃഥാവോ? ഇല്ല, അത് പറഞ്ഞത് തന്നെയാണ്. അത് അങ്ങനെ സംഭവിച്ചു. അപ്പൊ തടസ്സമുണ്ടോ? സക്കായിക്ക് വേറെ കാശിന് വിഷയത്തിനോ സൗഖ്യം കിട്ടാനോ ഒന്നും അല്ല സക്കായി ഓടിയത്. പക്ഷെ സക്കായിക്ക് കാണാൻ പറ്റിയില്ല യേശുവിനെ. വേണം നിശ്ചയമായിട്ട് സക്കായിക്ക് തിരിച്ചു പോവാം. കാരണം ഇപ്പം വീട്ടിൽ ചെന്ന് സാമ്പത്തികം ഉണ്ട്, അതുകൊണ്ട് എന്റെ കൊച്ചു അസുഖമായിട്ട് കിടക്കുകയോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കണ്ടില്ല, യേശുവിനെ കണ്ടില്ലേ എന്തുവാ ഒരു അല്ല, അവന്റെ ഉള്ളിലൊരു ഭയങ്കര ശൂന്യത ഉണ്ടായിരുന്നു. യേശുവിനെ കാണാൻ ഓടി. തടസ്സം ആൾക്കാരുടെ കൂട്ടത്തിൽ. ആള് ചെറിയവനാ. ഈ 6 അടിയുള്ളവരുടെ കൂട്ടത്തിൽ, ഈ ചെറിയ അടിയുള്ളവർക്ക് ഇങ്ങനെ നിന്ന് കൂട്ടത്തിൽ കാണാൻ പറ്റത്തില്ല. അവനൊരു കാര്യം ചെയ്ത് ഒറ്റ ഓട്ടം. യേശുവും കൂട്ടിന് വരുന്നതേ ഉള്ളൂ. നേരെ മുന്നോട്ടോടി. ഒരു കാട്ടത്തിൽ മരം കണ്ടു, മരത്തിന്റെ മണ്ടേ കയറിയിരുന്നു. യേശുവിനെ നോക്കി. ആ സ്റ്റെപ്പ് വച്ചതേ ഉള്ളൂ, ബാക്കി വെച്ചതെല്ലാം കർത്താവാ. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പ് തടസ്സത്തെ മറികടന്ന് ഒരു സ്റ്റെപ്പും നിങ്ങൾ വെച്ചാൽ മതി. അടുത്തത് നിങ്ങളുടെ വിടുതലിന്റെ പരമ്പരയായിരിക്കും. ഇന്ന് പകൽ ആരോടോ പറഞ്ഞ ദൈവത്തോട് അടുക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റാതെ ആത്മീയമായി മുന്നേറാൻ പറ്റാതെ നിൽക്കുന്ന ആ തടസ്സത്തെ നിങ്ങളൊന്ന് മാറ്റിവെച്ചാൽ ഹല്ലേലൂയ. പിന്നെ അല്ല യേശു പറഞ്ഞ സക്കായെ നീ എങ്ങി ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ ഞാൻ ശ്രമിക്കുന്നു, നിന്റെ വീടിന് രക്ഷ. ഹല്ലേലൂയ. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്രാർത്ഥിക്കാൻ ഇറങ്ങി തിരിച്ചാലും കർത്താവിന് ഇറങ്ങി തിരിക്കുമ്പോഴും എന്തോ ഉണ്ട് തടസ്സമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ എന്താ? വിടുതല. തടസ്സത്തിനപ്പുറം എന്താ? ഇവര് വന്ന് നോക്കിയപ്പം ഈ 4 പേര് ഈ പശുവാദം പിടിച്ചവനെ കൊണ്ടുവന്നു. ഇറക്കാൻ പറ്റിയില്ല. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, വന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ ഇച്ചിരി ബന്ധപ്പെട്ടാലും ഏൽപ്പിച്ചുകൂടെ. ഞങ്ങൾ ഈ മേൽക്കൂര പൊളിക്കുന്ന താമസേ ഉള്ളൂ. ഹല്ലേലൂയ. ആളെ കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ ഇച്ചിരി എളുപ്പം. അവിടെ ആ കഫർനഹൂമിലെ വീട്ടിലൊന്നും കയറാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, തിരിച്ചു പോകാം. പക്ഷേ അവരെന്താ ചെയ്തതെന്നറിയാമോ? ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ. ഒരു കട്ടിലിറങ്ങുന്ന ഹല്ലേലൂയ, ഒരു 4 അടിയുള്ള ഒരു കട്ടിലിറങ്ങുന്ന വീതിക്ക് ഒരു മേൽക്കൂരയുടെ 2 പാളി പൊളിച്ചാൽ മതി. ഹല്ലേലൂയ. വലിയ പാളികളാണ് അന്നത്തെ. അപ്പോൾ മിക്കവാറും ഒരു 2 പാളി പൊളിച്ചാൽ മതി. ആ 2 പാളി പൊളിച്ചാൽ അത്രേ ഉള്ളൂ. ബാക്കി കർത്താവ് ചെയ്തോളും. അവർ ബൈബിൾ പറയുന്നു, അവര് നേരെ അപ്പന്റെ സന്നിധിയിലോട്ട് ഇറക്കി വെച്ചു. കർത്താവ് ഇരിക്കുന്നതിന്റെ മുമ്പിലോട്ട് ആ മനുഷ്യനെ ഇറക്കി. നിന്റെ ഭാരം യഹോവയിലേക്ക് ഏൽപ്പിക്കുക. നീ കർത്താവിനോട് പറ്റിയിരിക്കുക, കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. എങ്കിൽ ഒരു കാര്യം ഉറപ്പ് തരാം, ഹല്ലേലൂയ, അത്ഭുതം കാണും. സിസ്റ്ററെ 4:2-4 മർക്കോസ് 2:4. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. 5 കൂടെ വായിച്ചോ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 11-12. അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെയും കണ്ടോ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്തുതിപ്പാൻ ഒരു വകയുണ്ടാവും. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് എല്ലാവരും ദൈവത്തെ എന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. നീണ്ട വർഷങ്ങൾ, 84 വർഷങ്ങൾ ജീവിതത്തിന്റെ തിക്ത അനുഭവത്തിലൂടെ കടങ്ങിപ്പോയ ഹന്നയെന്ന് പറഞ്ഞ പ്രവാചിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ആലയം വിട്ടുപിരിയാതിരുന്നവർക്ക് ദൈവം ഒരു വകുപ്പ് കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് പറയാ, ദൈവത്തോടും ദൈവസന്നിധിയോടും പറ്റിയിരിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അത്ഭുതം ചെയ്തു.